ഞങ്ങൾ നിന്ന വീടിൻ്റെ തൊട്ട് പുറകിൽ കൂടിയാണ് ഉരുൾ വന്ന് ചാലായി ചീളിയിലോട്ട് പോയി ഒരു കുഴിഭാഗത്തോട്ട് പോയത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അപ്പുറവും ഉരുൾ പൊട്ടി, ഇപ്പുറത്തെ സൈഡും ഉരുൾ പൊട്ടി. പിള്ളേരും ഞങ്ങളും എല്ലാം കൂടെ 11 പേരുണ്ടായി. ഞങ്ങളെല്ലാവരും കൂടെ ദൈവത്തെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കുടുംബമാണ് ഞങ്ങൾ. 11 ആൾക്കാർ. ഞങ്ങൾ അന്ന് ഒരു 12 മണി ആയപ്പോഴത്തേനും വലിയ മഴയും കാറ്റും വെള്ളം വരുന്ന കണ്ട് ഭർത്താവ് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ പറഞ്ഞു വെള്ളമെല്ലാം വല്ലാണ്ട് കലങ്ങുന്നുണ്ട്, ചെളി വേണം വരുന്നുണ്ട്, ഉരുൾ പൊട്ടുന്നൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറൊന്നും ആരുടെയും കയ്യിലില്ലായിരുന്നു. മോൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നു. അവൻ മലപ്പുറത്ത് തന്നെ. അവനെ എല്ലാവരും വിളിച്ച് പറഞ്ഞു അവരോട് മാറാൻ എത്രയും പെട്ടെന്ന് മാറാൻ പറയാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എങ്ങോട്ടേലും പെട്ടെന്ന് മാറിക്കോ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, മണ്ടേന്ന് എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നേരത്തേനും ഒരു സെക്ഷൻ ആദ്യത്തെ ഉരുൾ വന്ന് പെരപ്പുറത്തോട്ട് വീണു. അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ മിനിറ്റും കൊണ്ട് ഇറങ്ങി മുറ്റത്തു നിന്ന് ഇറങ്ങി ഓടി മുകളിലോട്ടൊരു വീട്ടിലോട്ട് കയറി ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശം മൊത്തം ഇളക്കി മറിച്ച് വലിയൊരു ഉരുൾ മല പോലെ വന്ന് അങ്ങ് വീടും എല്ലാം ആയിട്ട് പോയി. ഉടുതുണി മാത്രം ഞങ്ങൾക്ക് മിച്ചമുണ്ട്. ആ ഇടയിൽ ഒരു 3 വീട് മാത്രം ഒറ്റപ്പെട്ടു. അപ്പുറം ഇപ്പുറം ഉരുൾ വന്ന് പോയതുകൊണ്ട് ആ 3 വീട് മാത്രം ഒറ്റപ്പെട്ടു. ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടാൻ പറ്റിയില്ല. പിന്നെ മുകളിൽ നിന്ന് വന്ന ഉരുളാണേലും ആ വീടിൻ്റെ നേരെ വന്നതാണ്. അതെന്തോ ദൈവത്തിൻ്റെ പ്രത്യേക കാരണം കൊണ്ട് അത് തിരിഞ്ഞ് ചീടിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ കിട്ടി. ഏകദേശം എത്ര സമയമായിരുന്നു അത്? 1:15 12:45 ആദ്യത്തെ ഉരുൾ വന്നു. അത് കഴിഞ്ഞ് 1:15 ആ വലിയ ഉരുൾ വന്നു. 8 പ്രാവശ്യമായിട്ടാണ് വന്നത്. അത് ആ വീട് നമ്മൾ നിന്ന വീടെല്ലാം കൂടെ കുലുങ്ങുമായിരുന്നു. ഈ ഉരുൾ ഇങ്ങനെ വരുമ്പോൾ മണ്ടേന്ന് വരുന്ന കേൾക്കുമ്പോൾ ട്രെയിൻ വരുന്ന പോലത്തെ ഒച്ചയാണ്. ആ ഒച്ച കേട്ട് ഞങ്ങൾ ദൈവത്തെ വിളിച്ച് നമ്മളും പോയി എന്ന് പറഞ്ഞു. എങ്കിലും തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എൻ്റെ പേര് ഗ്രേസി എന്നാണ് വിളിക്കുന്നത്. ത്രേസ്യ എന്നാണ് റിക്കാർഡ് പേര്. മണിക്കൊമ്പൻ എന്ന് വീട്ടുപേര് പറയും. ഭർത്താവിൻ്റെ പേര് ജേക്കബ്. ഞങ്ങൾ 12:30 ആയപ്പം ഒരു പൊട്ടിയതിൻ്റെ വെള്ളം നമ്മുടെ ചെടിയിൽ നിന്ന് വീടിൻ്റെ പറമ്പിലോട്ട് കയറാൻ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടാമത്തെ പൊട്ടി. അതും കഴിഞ്ഞ് വെള്ളം സീരിയസ് ആയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം കരോട്ട വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ 35 പേരോടുണ്ട്. അടുത്ത കടവൂർ സണ്ണിയുടെ വീട്ടിൽ കൂടി. അവിടുന്ന് രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് വലിയ പൊട്ടി വെള്ളം മുകളിലോട്ടെല്ലാം ഇവരുടെ 3-4 വീട് മുഴുവൻ ഒഴിച്ചു വരുന്നത് നമ്മുടെ പറമ്പിലോട്ട്. ഇതിൻ്റെ എല്ലാം ശക്തമായിട്ട് അത് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. അത്രയ്ക്ക് അവസ്ഥയാണ്.